വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കീക്സ്. നമ്മളിന്ന് പച്ചില കഷായമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തെല്ലാം അതിന് വേണ്ടതെന്ന് വെച്ചാൽ കുറേ ഇലകളാണ് വേണ്ടത്. അതായത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കറ വരാത്ത ഇല ഏതൊക്കെയാണുള്ളത് അതൊക്കെയാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ചാമ്പക്കയുടെ ഇല എടുക്കാം. നമുക്ക് ചാമ്പക്കയുടെ ഇല പറിക്കാം. കറ ഏതാണോ വരാത്തത് ആ ഇലകളൊക്കെ എടുക്കാം നമുക്ക്. ഇനി നമുക്ക് വേപ്പില എടുക്കാം. ഒരുപാട് തരം ഇലകൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നാരങ്ങയുടെ ഇലയാണിത്. ഇതൊന്നും പൊട്ടിച്ചാൽ കറ വരില്ല, അങ്ങനത്തെ ഇലയാണ് എടുക്കേണ്ടത്. നമ്മളെല്ലാ ഇലയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പേരക്കയുടെ ഇലയാണ്, ഇത് നാരങ്ങയുടെ ഇലയാണ്, ഇത് ചാമ്പക്കയുടെ ഇലയാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് വെച്ച, പിന്നെ വേണ്ടത് ശർക്കര, പിന്നെ സീമക്കൊന്ന, പിന്നെ വേപ്പ്, പിന്നെ മാവില. ഇത്രയും ഇലകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര തരം ഇല കിട്ടുന്നോ അത്രയും തരം ഇലകൾ നമുക്ക് എടുക്കാം. ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമുക്ക് ഇത് വേണ്ട, കറ വരാൻ പാടില്ല. ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കിയാൽ കാണാം, അത് കറയൊന്നുമില്ല, അങ്ങനത്തെ ഇലയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് മുറിച്ചിടാം. അധികം ചെറുതാക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചിട്ടിടാം. ഇനി നമുക്കൊരു ബക്കറ്റിലേക്ക് ഇതിനെടുത്തിടാം. കുറച്ച് പഴയ ബക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. 2 ആഴ്ചത്തോളം നമുക്കിത് മൂടി വെക്കേണ്ടതായിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഴയ ബക്കറ്റ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളെല്ലാ ഇലയും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ഇലകളെല്ലാം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം, കുറച്ചാണെങ്കിൽ അതിനൊത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ശർക്കര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അധികമൊന്നും ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് ഇട്ടാൽ മതി, 2-3 ആണി ഇട്ടാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സ് ആക്കണമെന്നും ഇല്ല, നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മിക്സ് ആക്കിയിട്ട് അടച്ച് വെക്കാം. നമുക്ക് 2 ആഴ്ചത്തേക്ക് നമുക്ക് അടച്ച് വെക്കണം. ഇത് നമ്മളെ പച്ചില കഷായം റെഡി ആയിട്ടുണ്ട്. ഞാൻ അരിച്ചെടുത്തതാണ്, ഒരു തുണി എടുത്തിട്ട് അരിച്ചെടുത്തതാണിത്. നന്നായിട്ട് അരിച്ചെടുക്കണം, തുണി വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. നമുക്കിനി ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ തക്കാളിക്കും പയറിനും മുളകിനും ഒക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഒരു കൃഷി ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണ്, ഇങ്ങനെയാണ് നമ്മളിങ്ങനെ കീടങ്ങളൊക്കെ നമ്മളെ ഈ ചെടികളെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്താൽ മതി, താൽക്കാലികമായിട്ട് നമുക്കിത് ചെയ്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും, ഉപയോഗിക്കാനും പറ്റും. പിന്നെ മറ്റേ കെമിക്കലുള്ള പെസ്റ്റിസൈഡ് പോലെ അത്ര എഫക്റ്റ് നമുക്ക് ഉണ്ടാവില്ല, മോശമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. കാരണം ഇത് സാധാരണ ഇലകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സാധനമല്ലേ. നമ്മൾ തക്കാളിക്കും മുളകിനും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം ഇത്.